3 ജില്ലകളിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് നിപ ബാധിതന്റെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലവും പോസിറ്റീവ്. നമസ്കാരം, ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ 3 ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, കൊല്ലം, വയനാട് എന്നീ ജില്ലകളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തോന്നയ്ക്കൽ, ചാക്ക, പുത്തൻതോപ്പ് എന്നിവിടങ്ങളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കൊല്ലം കോർപ്പറേഷൻ പരിധിയിലുള്ള 2 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർ കൊല്ലം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ചികിത്സയിലാണ്. വയനാട് കോളിയോടി മാർ ബെസേലിയോസ് സ്കൂളിൽ ഒരു കുട്ടിക്ക് കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ രോഗം ബാധിച്ച കുട്ടികളുടെ എണ്ണം 9 ആയി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സംഭവത്തിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച സാമ്പിളും പോസിറ്റീവ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ രോഗബാധ പോസിറ്റീവായതിനെ തുടർന്നാണ് അന്തിമ സ്ഥിരീകരണത്തിനായി പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് സാമ്പിൾ അയച്ചത്. രോഗബാധിതനായ യുവാവ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒമാൻ ഉൾക്കടലിൽ ഇറാനിൽ നിന്നുള്ള എണ്ണയുമായി പോയ വാണിജ്യ കപ്പലിന് നേരെ അമേരിക്കൻ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കാണാതായ 3 ഇന്ത്യൻ നാവികരുടെയും മരണം സ്ഥിരീകരിച്ചതായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ അറിയിച്ചു. കപ്പലിലാകെ 24 ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 21 പേരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ സാധിച്ചെങ്കിലും 3 പേർ അപകട സമയത്ത് കാണാതാവുകയായിരുന്നു. ഇറാന് മേലുള്ള അമേരിക്കൻ ഉപരോധം ലംഘിച്ച് എണ്ണ കടത്താൻ ശ്രമിച്ചതിനും സൈന്യത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നതിനും കപ്പലിന് നേരെ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തുകയായിരുന്നുവെന്നാണ് US നൽകുന്ന വിശദീകരണം. പാലക്കാട് അട്ടപ്പാടിയിൽ 2 ഇടങ്ങളിലായി കാട്ടാനാക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. വെള്ളിങ്കിരി, മിനി ഷാജി, പ്രസാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ അട്ടപ്പാടിയിലെ ട്രൈബൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുള്ളിയിലുണ്ടായ ആക്രമണത്തിലാണ് ആദിവാസി യുവാവായ വെള്ളിങ്കിരിക്ക് മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെ പുഴയിലേക്ക് പോകുന്നതിനിടെയാണ് വെള്ളിങ്കിരിയെ കാട്ടാൻ ആക്രമിച്ചത്. അട്ടപ്പാടി ഗൂളിക്കടവിലായിരുന്നു 2ാമത്തെ ആക്രമണമുണ്ടായത്. ന്യൂസ് ക്ലിക്കിനെതിരായ കേസിൽ ഡൽഹി ഹൈക്കോടതിയുടെ വിധി അധികാരത്തിന്റെ രാഷ്ട്രീയ ദുരുപയോഗത്തിനെതിരായ ശക്തമായ തിരിച്ചടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തുടക്കം മുതൽ തന്നെ ന്യൂസ് ക്ലിക്കിനും എഡിറ്റർ പ്രബീർ പുർക്കായസയ്ക്കുമെതിരായ നടപടി വിമർശനാത്മക മാധ്യമ പ്രവർത്തനത്തെയും ജനകീയ പ്രക്ഷോഭങ്ങളെയും ലക്ഷ്യമിട്ട രാഷ്ട്രീയ വേട്ടയാണെന്ന് ആരോപണമുണ്ടായിരുന്നു. കോടതിയുടെ ഇടപെടൽ ആ ആരോപണങ്ങൾക്ക് ഗണ്യമായ സാധൂകരണം നൽകുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. താരസംഘടനയിലെ തർക്കത്തിൽ നടി അൻസിബ ഹസന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി AMMA. മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ നൽകി സംഘടനയെ തകർക്കാൻ ശ്രമിച്ചെന്ന് കാരണം കാണിക്കൽ നോട്ടീസിൽ പരാമർശം. ഉടൻ വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യയാത്ര സ്വകാര്യ ബസ്സുകളുടെ നടത്തിപ്പിന് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. സ്വകാര്യ ബസ്സുകൾക്ക് സഹായകമായ പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വിദ്യാർത്ഥികളുടെ കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഇനിയും പരിഗണിച്ചിട്ടില്ല. സർക്കാർ സഹായം ഉണ്ടായില്ലെങ്കിൽ 19-ന് ശേഷം സമരത്തിലേക്ക് പോകുമെന്നും സംഘടന വ്യക്തമാക്കി. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വീണ്ടും രാജി. പ്രകാശ് ചിക്ബാരേക്ക് MP രാജ്യസഭാംഗത്വം രാജിവെച്ചു. രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണനുള്ള കത്തിലൂടെയാണ് അദ്ദേഹം രാജിവിവരം കൈമാറിയത്. 3 ദിവസത്തിനിടെ രാജിവെക്കുന്ന 3ാമത്തെ TMC MPയാണ് പ്രകാശ് ബൈരക്. ഇറ്റലിയിലെ പുഗ്ലിയ റീജിയനിൽ ഉൾപ്പെടുന്ന പ്രമുഖ നഗരമായ ഗോൾഫെറ്റയുടെ പുതിയ മേയറായി കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി മാനുവൽ മിനർവിനി തെരഞ്ഞെടുക്കപ്പെട്ടു. ഏതാണ്ട് 60,000-ഓളം ജനസംഖ്യയുള്ള മോൾഫെറ്റ ഈ വിജയത്തോടെ ഇറ്റലിയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരണ നേതൃത്വം നൽകുന്ന ഏറ്റവും വലിയ നഗരമായി മാറി. യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ ആവേശം പകരുന്നതാണ് ഈ വിജയം. 67.47% വോട്ടുകൾ നേടി വൻ ഭൂരിപക്ഷത്തോടെയാണ് 36-കാരനായ മിനർവിനി മിന്നും വിജയം സ്വന്തമാക്കിയത്. തായ്ലൻഡ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണ കേസിൽ 2 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച് കോടതി. ചൈനയിലെ ന്യൂനപക്ഷ വിഭാഗമായ ഉയ്ഘർ വംശജരായ ബിലാൽ മുഹമ്മദ്,
യൂസുഫ് മിരാലി എന്നിവരെയാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധിച്ചത്. 2015 ഓഗസ്റ്റ് 17 സെൻട്രൽ ബാങ്കോക്കിൽ വിദേശ സഞ്ചാരികൾക്കിടയിൽ ഏറെ പ്രശസ്തമായ ഈരാമാൻ ഹിന്ദു ക്ഷേത്രത്തിന് സമീപം ബോംബ് സ്ഫോടനം നടത്തിയെന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. 20 പേർ കൊല്ലപ്പെടുകയും 120-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ ദാരുണ സംഭവത്തിൽ 10 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.